ഇപ്പോൾ നൽകാവുന്ന ഏറ്റവും പ്രധാന ആരോഗ്യ മുന്നറിയിപ്പ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, മഞ്ഞപ്പിത്തം മൂലം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി മഞ്ഞപ്പിത്തത്തെ സമീപിച്ചില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ മരണം വരെ ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് മഞ്ഞപ്പിത്തം എന്തുകൊണ്ട് പടർന്നു പിടിക്കുന്നു എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം കൂടുതലായി കാണുന്നു എന്ന് വ്യക്തമായി മനസ്സിലാകും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ ഡോക്ടർ അനിൽ നായർ MD. ഡോക്ടർ അനിൽ നായർ എന്ന ഈ ചാനൽ ആരോഗ്യ വാർത്തകളും ആരോഗ്യരംഗത്തെ പുതിയ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യ വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്നവരോ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഡോക്ടർ അനിൽ നായർ എന്ന ചാനലിൻ്റെ ഭാഗമാകുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഓരോ പുതിയ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബ് നിങ്ങളെ പ്രത്യേകം വിവരം അറിയിക്കുന്നതായിരിക്കും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കണ്ണിലെ വെള്ള നിറമുള്ള ഭാഗം മഞ്ഞ നിറമാകുക, തൊലി മഞ്ഞ നിറമാകുക എന്നതിനെയാണ് മഞ്ഞപ്പിത്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോണ്ടിസ് എന്നാണ് ഇത് മെഡിക്കൽ ഭാഷയിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്? മഞ്ഞ നിറമുള്ള ഒരു വർണ്ണവസ്തു അഥവാ യെല്ലോ പിഗ്മെന്റ് രക്തത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ആ വർണ്ണവസ്തുവിൻ്റെ പേരാണ് ബിലിറൂബിൻ. ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം, എവിടെ നിന്നാണ് ഈ ബിലിറൂബിൻ വരുന്നത് എന്നല്ലേ? പറയാം. രക്തത്തിൻ്റെ നിറം ചുവപ്പാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചുവന്ന രക്താണു അഥവാ RBCയിൽ കാണുന്ന ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്നത്. ശരീരത്തിലെ മറ്റ് കോശങ്ങളെ പോലെ ഈ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നത് പോലെ നശിക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. അത് കഴിഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ നശിക്കുന്നു. അങ്ങനെ ആയുസ് തീർന്ന ചുവന്ന രക്താണുക്കളിൽ നിന്നാണ് ബിലിറൂബിൻ ഉണ്ടാകുന്നത്. മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്. പലവിധ കാരണങ്ങളാൽ മഞ്ഞപ്പിത്തം വരാം. ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് പകർച്ചവ്യാധിയായ മഞ്ഞപ്പിത്തമാണ്. ഇത്തരം പകരുന്ന മഞ്ഞപ്പിത്തത്തിനെ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത്തരം മഞ്ഞപ്പിത്തത്തിൻ്റെ സാധ്യത ഏത് സമയത്തും ഉണ്ടാകാം. എന്നാൽ മഴക്കാലം തുടങ്ങുമ്പോൾ ഇത്തരം മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു മഞ്ഞപ്പിത്ത രോഗിയാവാതിരിക്കാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഇംഗ്ലീഷ് പഴമൊഴിയാണ്. എ ഡേഞ്ചർ ഫോർസീൻ ഈസ് ഹാഫ് അവോയ്ഡഡ്. അതായത് ഒരു അപകടം നമ്മൾ മുൻകൂട്ടി കണ്ടാൽ ആ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ആ മുൻകൂട്ടി കാണലാണ് മഞ്ഞപ്പിത്തം ഇപ്പോൾ എന്തുകൊണ്ട് കൂടി വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിർണായകമായ പല പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു അവയവമാണ് നിങ്ങളുടെ കരൾ. നിങ്ങൾ ജീവനോടെ ഇരിക്കാൻ നിങ്ങളുടെ കരൾ ഒരു ദിവസം ഏകദേശം 500ഓളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതാണ് കണക്ക്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ബിലിറൂബിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനിടയിൽ നിങ്ങളുടെ കരളിന് പല തരത്തിലുള്ള അസുഖങ്ങളും ബാധിക്കാൻ ഇടയുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് കരളിന് പെട്ടെന്നുണ്ടാകുന്ന വീക്കം അഥവാ അക്യൂട്ട് ഇൻഫ്ലമേഷൻ. ഇതിനെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് കരളിൻ്റെ കോശങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ബിലിറൂബിൻ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു. അങ്ങനെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് പല കാരണങ്ങളാൽ ഉണ്ടാകും എന്നതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് കരളിലെ വൈറസ് അണുബാധ അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഈ വൈറസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ചില വ്യക്തികളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറില്ലേ? അതുപോലെ ഇത്തരം വൈറസുകൾക്ക് നിങ്ങളുടെ പ്രത്യേക അവയവങ്ങളോടാണ് താല്പര്യം. അങ്ങനെ കരളിനെ പ്രത്യേകമായി ആക്രമിക്കുന്ന വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ.
ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പല തരത്തിലുണ്ട്. ഇവയ്ക്ക് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് പേരിട്ടിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ തുടങ്ങിയവയാണ് അവ. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അതായത് HAV ഉണ്ടാക്കുന്ന കരൾ രോഗത്തെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് വിളിക്കുന്നു. അതായത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധ മൂലം കരളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കവും അതുകൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം. ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത്. ഇതൊരു പുതിയ അസുഖമാണോ എന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ള സംശയം. സംശയിക്കേണ്ട, ഇതൊരു പുതിയ രോഗമേ അല്ല. ലോകത്തിന്റെ ആദ്യത്തെ നാഗരിക സംസ്കാരമായ സുമേറിയൻ സംസ്കാരത്തിലെ കളിമൺ ഫലകങ്ങളിൽ പോലും മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കരളിലാണ് നമ്മുടെ ആത്മാവ് എന്നതായിരുന്നു അന്നത്തെ വിശ്വാസം. കരളിനെ അഹാസു എന്ന പിശാച് ആക്രമിക്കുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നു എന്ന് പുരാതന മനുഷ്യർ തെറ്റിദ്ധരിച്ചു. അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസും പകർച്ചവ്യാധിയായ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ വളരെ കാലങ്ങൾക്ക് മുൻപ് വിവരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം എന്ന അർത്ഥമാക്കുന്ന ഇക്ട്രസ് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നത് 1973 അതായത് ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു ഈ വൈറസിനെ കണ്ടെത്തിയിട്ട്. എന്നിട്ട് പോലും ഇന്നും ഈ അസുഖം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? അത് അറിയേണ്ടേ? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കും. കുട്ടികൾക്ക് പൊതുവെ തീവ്രത കുറഞ്ഞ അണുബാധയായിരിക്കും ഉണ്ടാകുക. മുതിർന്നവരിൽ പനി, ഓക്കാനം, വിശപ്പില്ലായ്മ, ക്ഷീണം, വയറുവേദന എന്നിവയുണ്ടാകും. മൂത്രം മഞ്ഞ നിറമാകുന്നു, കണ്ണിൽ മഞ്ഞ നിറം വരുന്നു. പൊതുവെ രോഗം ബാധിച്ച എല്ലാവർക്കും രോഗം മാറുന്നു. എങ്കിലും രോഗം ബാധിച്ച 1000-ൽ ഒരാൾ മരണത്തിന് കീഴ്പ്പെടുന്നു. മുതിർന്നവർക്കും കരളിന് നേരത്തെ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കും മരണസാധ്യത കൂടുതലാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം മനുഷ്യനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു വ്യക്തിക്ക് ഈ വൈറസ് ബാധയേറ്റാൽ 15 ദിവസം മുതൽ 50 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആർക്കെല്ലാമാണ് ഈ രോഗബാധ ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുകയേയില്ല. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, രോഗം ബാധിച്ചവർ മഞ്ഞപ്പിത്തം വരുന്നതിന് 2 ആഴ്ച മുന്നേ തന്നെ മറ്റുള്ളവർക്ക് രോഗം പടർത്താൻ തുടങ്ങും. ഈ രോഗം പടർത്തുന്ന കാലാവധി മഞ്ഞപ്പിത്തം തുടങ്ങി 1 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ കുറവാണെങ്കിലും അസുഖം പടർത്തുന്ന കാലാവധി കൂടുതലായിരിക്കും. അതുകൊണ്ട് രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയാൽ രോഗസാധ്യത വർദ്ധിക്കും. എങ്ങനെയെല്ലാമാണ് രോഗം പടരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഇനി പറയുന്നത്. രോഗബാധിതനായ ഒരു വ്യക്തിയുടെ മലം കൊണ്ട് മലിനമാക്കപ്പെട്ട വെള്ളമോ ഭക്ഷണമോ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് രോഗം പടരുന്നു. അതുകൊണ്ട് രോഗികളുമായി അടുത്ത് പെരുമാറുന്നവർക്ക് അസുഖം പടരാൻ സാധ്യതയുണ്ട്. മനുഷ്യർ എവിടെയെല്ലാം ഒത്തുകൂടുന്നുവോ അവിടെയെല്ലാം ഈ അസുഖത്തിന് സാധ്യതയുണ്ട്. അത് സ്കൂളുകൾ ആകാം, ഹോസ്റ്റലുകൾ ആകാം, സംഘം ചേർന്നുള്ള യാത്രകളാകാം, ഉത്സവങ്ങളാകാം, കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളാകാം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർ എവിടെയെല്ലാം ഒത്തുകൂടുന്നുവോ അവിടെയെല്ലാം ഈ അസുഖത്തിന് സാധ്യതയുണ്ട് എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് രോഗമുള്ളവർക്കും രോഗം ഇല്ലാത്തവർക്കും വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നത് രോഗകാരണമാകാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈകൾ നന്നായി കഴുകിയില്ലെങ്കിലും രോഗം പിടിപെടാം. പരിസര ശുചിത്വവും ഇത്തരം മഞ്ഞപ്പിത്തവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രോഗിയുടെ മലത്തിലൂടെയാണ് രോഗാണുക്കൾ പുറത്തെത്തുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം പ്രശ്നമല്ലേ? വിസർജ്യ വസ്തുക്കൾ തുറസായ സ്ഥലങ്ങളിലേക്ക് ഒഴുകി എത്തുന്നത് പ്രശ്നമല്ലേ? വിസർജ്യങ്ങൾ തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കി വിടുന്നത് പ്രശ്നമല്ലേ? ഇതെല്ലാം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ്. കാരണം
മഴക്കാലത്ത് പെയ്യുന്ന മഴയിൽ ഇതെല്ലാം കൂടിക്കലരുന്നു. അങ്ങനെ മഴവെള്ളം മലിനവെള്ളമാകുന്നു. ഈ മലിനജലം എല്ലാ ഭാഗത്തേക്കും ഒഴുകിയെത്തുന്നു. ജലസ്രോതസ്സുകൾ മലിനമാകുന്നു. അസുഖസാധ്യത വളരെയധികം വർദ്ധിക്കുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യസുരക്ഷ. ഭക്ഷണത്തിലൂടെ രോഗം അതിവേഗം പടരാം. ഭക്ഷണം ഹോട്ടലിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും കൈകളുടെ ശുചിത്വക്കുറവ് രോഗകാരണമാകാം. വെള്ളം തിളപ്പിക്കാതെ കുടിച്ചാൽ അത് രോഗകാരണമാകാം. മലിനമായ ജലം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, ഐസ്, ശീതളപാനീയങ്ങൾ എന്നിവയെല്ലാം അസുഖമുണ്ടാക്കാം. കഴുകാത്ത പഴങ്ങളും പച്ചക്കറികളും അസുഖ കാരണമാകാം. തണുത്തതും പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അസുഖ കാരണമാകാം. ഇനി നിങ്ങൾ പറയൂ, ഇപ്പോൾ നിരവധി പേർക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തം ഇത്തരം കാരണങ്ങളാൽ നിങ്ങൾക്കും വരാം എന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് പുതിയ ധാരാളം അറിവുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതുക. ആരോഗ്യ സംരക്ഷണത്തിന് ഈ ചാനലിലെ മറ്റ് വീഡിയോകളും ഡോക്ടർ അനിൽ നായരുടെ മറ്റ് ഹെൽത്ത് ചാനലുകളും കാണുക. വ്യത്യസ്ത ആരോഗ്യ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യത്യസ്ത ഹെൽത്ത് ചാനലുകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ചേർത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെ മെഡിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് അതിനുള്ള ബുക്കിങ്ങിനുള്ള വാട്സപ്പ് ലിങ്കും അവിടെ ചേർത്തിട്ടുണ്ട്. ആരോഗ്യപൂർണമായ ഒരു ജീവിതം സ്വപ്നം കാണുന്നവരാണ് നാം. അതിനിടയിലാണ് അസുഖങ്ങൾ നമ്മെ തേടിയെത്തുന്നത്. എന്നാൽ എങ്ങനെയാണ് അസുഖങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതറിയാൻ ഈ വീഡിയോ കാണുക.